നമസ്കാരം. ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തിരുവോണം. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ഒരു കാലത്ത് കേരളപുരം എന്ന പച്ചപ്പ് നിറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ ആടിയുലയുന്ന തെങ്ങുകൾക്കും ശാന്തമായ കായലുകൾക്കുമിടയിൽ ആളുകൾ അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായ ഓണത്തിനായി ആകാംക്ഷയോടെ ഒരുങ്ങി. അന്തരീക്ഷം ആവേശത്താൽ മുഴങ്ങി. പുതുപുഷ്പങ്ങളുടെ സുഗന്ധം തെരുവുകളിൽ നിറഞ്ഞു. കുടുംബങ്ങൾ ഒരുമിച്ച് മനോഹരങ്ങളായ പൂക്കളങ്ങൾ ഒരുക്കാൻ ശ്രമിച്ചു. അവരുടെ മുറ്റത്തെ അലങ്കരിക്കുന്ന പുഷ്പരംഗോലികൾ. ആ ഗ്രാമത്തിൽ രവി എന്നു പേരുള്ള ഒരു കൊച്ചു കുട്ടിയുണ്ടായിരുന്നു. അവൻ ഓണത്തിന്റെ മഹത്വത്തിൽ എന്നും സന്തോഷിച്ചിരുന്നു. എന്നാൽ ഒരിക്കലും പൂർണ്ണമായി പങ്കെടുക്കുവാൻ അവന് സാധിച്ചിരുന്നില്ല. അതിനു കാരണം അവന്റെ കുടുംബം വളരെ ദരിദ്രമായിരുന്നു എന്നതായിരുന്നു. മറ്റുള്ളവരുടെ കുടുംബങ്ങൾ വിരുന്നൊരുക്കി വീടുകൾ അലങ്കരിച്ച് സന്തോഷമായി ഓണം ആഘോഷിക്കുമ്പോൾ രവിയുടെ കുടുംബത്തിന് അടിസ്ഥാന കാര്യങ്ങൾ മാത്രമേ താങ്ങാനായുള്ളൂ. ഈ വർഷം കാര്യങ്ങൾ വ്യത്യസ്തമാക്കുമെന്ന് രവി തീരുമാനിച്ചു. എല്ലാവരുടെയും സമൃദ്ധിയും സമത്വവും സന്തോഷവും കൊണ്ട് പേരുകേട്ട മഹാബലി തമ്പുരാനെ പറ്റി അവൻ ഓർത്തു. അതാണല്ലോ ഓണം. അത് അങ്ങനെ തന്നെ ആവുകയും വേണം. കാരണം ഉത്സവത്തിന്റെ യഥാർത്ഥ സത്ത ഭൗതിക സമ്പത്തിലല്ല, മറിച്ച് സമൂഹത്തിന്റെയും കൂട്ടായ്മയുടെയുമാണെന്ന് രവി വിശ്വസിച്ചിരുന്നു. ഈ ചിന്തയിൽ ഒരാശയവുമായി രവി തന്റെ സുഹൃത്തുക്കളെയും അയൽക്കാരെയും സമീപിച്ചു. നമുക്ക് ഈ ഓണം എക്കാലത്തെയും മികച്ച ആഘോഷമാക്കി മാറ്റാം. പക്ഷേ പണം കൊണ്ടല്ല, സ്നേഹത്തോടെയും ദയയോടെയും ഐക്യത്തോടെയും നമുക്കത് ചെയ്യാം. രവിയുടെ വാക്കുകൾ ഗ്രാമവാസികളെ സ്പർശിച്ചു. താമസിയാതെ എല്ലാവരും തങ്ങളാൽ കഴിയുന്ന സംഭാവന ചെയ്യാൻ ഒത്തുകൂടി. അധിക അരിയോ പച്ചക്കറിയോ ഉള്ളവർ പരമ്പരാഗത വിരുന്നായ ഓണസദ്യക്കായി അവ പങ്കിട്ടു. ഗ്രാമത്തിൽ കിട്ടുന്ന പൂക്കളിൽ നിന്ന് ഏറ്റവും മനോഹരങ്ങളായ പൂക്കളങ്ങൾ ഉണ്ടാക്കാൻ സ്ത്രീകളും കുട്ടികളും ഒത്തുകൂടി. രവിയും സുഹൃത്തുക്കളുമാക്കട്ടെ തെരുവുകൾ വൃത്തിയാക്കി, വിളക്കുകൾ തൂക്കി. ആവേശകരമായ വള്ളം കളിക്കായി അവർ ഒരുങ്ങി. ഓണദിനം എത്തിയതോടെ ഗ്രാമം കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചയായി മാറി. ഓരോ കോണിലും പൂക്കളങ്ങൾ വിരിഞ്ഞു. ഓണസദ്യയുടെ പരിമളം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. തിരുവാതിരയുടെ താളത്തിനൊത്ത് ആളുകൾ നൃത്തം ചെയ്യുമ്പോൾ ചിരികൾ പ്രതിധ്വനിച്ചു. അഭിമാനവും സന്തോഷവും കൊണ്ട് വീർപ്പുമുട്ടി രവി അതിനെല്ലാം നടുവിൽ നിന്നു. ഭൗതികമായി ഒന്നും കൊടുക്കുവാനില്ലായിരുന്നുവെങ്കിലും ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഗ്രാമത്തെ ആകെ ഒന്നിച്ചുകൂട്ടി. അന്ന് വൈകുന്നേരം ഗ്രാമവാസികൾ ഒന്നിച്ചിരുന്നപ്പോൾ തങ്ങൾ അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ഓണമായിരുന്നു ഇതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അത് ആഡംബരമോ മഹത്വമോ കൊണ്ടല്ല, മറിച്ച് അവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞിരുന്ന ഐക്യവും സ്നേഹവും കൊണ്ടാണ്. ഓർക്കുക, ഈ ഓണദിനത്തിൽ രവിയുടെ ഈ പ്രവർത്തനങ്ങൾ ഓണത്തിന്റെ യഥാർത്ഥ ചൈതന്യം എല്ലാവരിലേക്കും പകരട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. വീണ്ടും കാണാം.